സർ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടല്ലേ, അതായത് അപസ്മാരം വരുന്ന ഒരാൾക്ക് അപ്പം തന്നെ ആരെങ്കിലും ഒക്കെ അടുത്തുള്ള ആൾ ഒന്നില്ലെങ്കിൽ താക്കോൽ കയ്യിൽ പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇരുമ്പിന് എന്തെങ്കിലും കയ്യിൽ കൊണ്ടുപോയി പിടിപ്പിക്കുന്നു എന്നൊക്കെ. സത്യത്തിൽ ഈ അപസ്മാരവും ഈ അയണും തമ്മിൽ, ഇരുമ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ അത്? എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ സിനിമകളിലും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഇതാണ്. ഇരുമ്പുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പിന്നെ ഞാനത് പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അപസ്മാരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അപസ്മാരം എന്ന് പറയുന്ന ഒരാൾ കൈയും കാലിട്ട് അടിക്കുന്നു, വായിൽ നിന്ന് ഒരേയും പതയും വരുന്നു, കണ്ണ് മേളിലോട്ട് പുരുണ്ട് കയറുന്നു, ഇങ്ങനെ ആയിരിക്കണം എന്നില്ല അപസ്മാരം. അപസ്മാരം പല രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കുറച്ചു നേരം സംസാരിക്കാതെ നിൽക്കുക, നാക്ക് വെച്ചിട്ട് ഇങ്ങനെ കോഷ്ടി കാണിക്കുക, ഇങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കുക, കൈകാൽ വെച്ചിട്ട് കോഷ്ടി കാണിക്കുക, ഇതൊക്കെ പല രീതിയിലുള്ള അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാകാം. നിന്ന നിൽപ്പിന് പടയെന്ന് പറഞ്ഞ് വീണു പോവുക, തലയിടിക്കുക, നാക്ക് മുറിയുക, ഇതും ഒരു തരത്തിലുള്ള അപസ്മാരത്തിൻ്റെ ലക്ഷണമാകാം. അപ്പം ഇങ്ങനെ അപസ്മാരം എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയുമ്പോൾ സിമ്പിൾ, കോംപ്ലെക്സ്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് മാറ്റി ഇഞ്ചുറീസ് ഒന്നും വരാത്ത രീതിയിൽ ആദ്യം നിലത്താണെങ്കിൽ നിലത്ത്, അല്ലെങ്കിൽ കട്ടിലാണെങ്കിൽ കട്ടിൽ കിടത്തുക, ഷാർപ്പായിട്ടുള്ള ഓബ്ജക്ട്സോ ഇരുമ്പോ അങ്ങനെ ഒന്നും ഇല്ലാത്തടത്ത് കിടത്തുക. അതായത് ആ സമയം അത് തന്നെത്താനെ ഈ അപസ്മാരം എല്ലാം കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നിൽക്കും. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ രോഗിക്ക് വേറെ തരത്തിലുള്ള ഇഞ്ചുറീസ് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് എല്ലാ അപസ്മാരം ഇതങ്ങ് നിൽക്കണം എന്നില്ല. തുടർന്ന് നിൽക്കാതെ വരുന്നുണ്ടെങ്കിൽ, അരമണിക്കൂറോളം ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം. പക്ഷെ ആ ഉടനെയുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇരുമ്പ് കൈ പിടിപ്പിക്കുകയല്ല, സേഫായിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ തല തിരിച്ചു വയ്ക്കുക. ഈ സാഹചര്യങ്ങൾ പലപ്പോഴും ചിലർ കുറേ നേരം നീണ്ടു പോകണമെങ്കിൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ഇത് സംഭവിക്കാം. അപ്പോൾ തല കഫവും ഉമിനീരും ഒക്കെ ലങ്സിലോട്ട് ശ്വാസകോശത്തിൽ പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അല്ലാതെ ഇരുമ്പും ആയിട്ട് ബന്ധമില്ല. അത് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു മിസ്ഇൻഫോർമേഷനാണ്. അതെ, പലരും അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ അതിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതുപോലെ എല്ലാവരും നമ്മുടെ സിനിമയിലാണെങ്കിലും എല്ലായ്പ്പോഴും നമുക്ക് ഫീഡ് ചെയ്ത് തന്നാക്കുന്നത് ഇതൊരു മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് ഈ അപസ്മാരം എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഇതൊരു മെന്റൽ ഡിസോർഡർ ആയിട്ട് കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതൊരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്? ഇല്ല, അതാണ് നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പഠിപ്പിക്കേണ്ട ഒരു കാര്യം. ചിലർക്ക് പൊക്കം കൂടുതൽ, ചിലർക്ക് പൊക്കം കുറവ്, ചിലർ കറുത്തിരിക്കുന്നു, ചിലർ വെളുത്തിരിക്കുന്നു, ചിലർ മെലിഞ്ഞിരിക്കുന്നു, ചിലർ വണ്ണമുള്ളവർ. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ വളർച്ചയിൽ ഉണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ജാതിയുള്ള വ്യത്യാസമാണ്. ഇവരെ ഒരു പേഷ്യൻ്റായിട്ട് കാണരുത്, ഇവർ നമ്മൾ ഒരാളായിട്ട് കാണുക. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇവർക്കൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ അപസ്മാരം വരുന്നു, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു, മരുന്ന് കഴിക്കേണ്ടി വരുന്നു, അതുകൊണ്ടുള്ള വിഷമം. അതിനേക്കാൾ ഉപരിയാണ് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള വിഷമം. അവർ മറ്റുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പം പേരൻസ് ആണെങ്കിൽ പലപ്പോഴും ഇവരെ കളിക്കാൻ വിടത്തില്ല, ബാക്കിയുള്ള പുറമെയുള്ള ആക്ടിവിറ്റീസിന് വിടത്തില്ല, പലർക്കും ഡ്രൈവിംഗ് ബാൻ ചെയ്തിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് സമൂഹത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുന്നു. അതാണ് പ്രധാനമായിട്ട് മാറ്റാനുള്ളത്. അപ്പോൾ ഇതൊരു മാനസികമായിട്ട്, അതെ, തലച്ചോറിൽ നമ്മളിപ്പം മുന്നേ MBBS കെമിക്കൽ ലോച്ച എന്ന് പറയത്തില്ല, ബ്രെയിൻ കെമിക്കൽ ലോച്ച എന്നുള്ള ഫേമസ്. അതുപോലെ ബ്രെയിനകത്തുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് വേണം പറയാം. ബ്രെയിൻ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് പോലെ ആണെങ്കിൽ ബ്രെയിനകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ഉണ്ടാകുമ്പോഴാണ് ഈ അപസ്മാരം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങൾ കാണാം. ചിലത് ബൈ ബർത്ത് തന്നെ ഉണ്ടാകുന്നതാവാം. ചിലപ്പം എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ബ്രെയിനിൽ സ്കാർ പോലെ ഉണ്ടാകും. അപ്പോൾ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നമുക്ക് പാട് പോലെ വരുമല്ലോ, അതുപോലെ ബ്രെയിനകത്തും ഉണ്ടാകാം. ചിലപ്പോൾ ചെറിയ ട്യൂമർ കൊണ്ടാകാം, ചിലപ്പം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ. അപ്പം പല കാരണങ്ങൾ കൊണ്ടും ബ്രെയിനിൽ ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പരിണാമഫലമായിട്ടാണ് ഈ അപസ്മാരം ഉണ്ടാകുന്നത്. അല്ലാതെ ഇതൊരു മെൻ്റലി നമ്മളൊരു സൈക്യാട്രിക് പ്രോബ്ലമോ അങ്ങതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അവർക്കൊരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആണ് എന്നുള്ള ഒരു അതേപോലെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ അതിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇവർ നമ്മളിൽ ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ എൻ്റെ മുൻപിലേ ഒരു എപ്പിലെപ്സി വന്ന ഒരാൾ ഞാനങ്ങനെ കാണാൻ ഇടയായി കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തുണ്ട്? അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അപസ്മാരം ഈ നേരത്തെ ഉദ്ദേശിച്ച പോലത്തെ അപസ്മാരമാണെങ്കിൽ, കൈകാലിട്ട് അടിക്കുന്ന പോലത്തെ ആണെങ്കിൽ ആളെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കിടത്തുക എന്നുള്ളത്. ഒന്നെങ്കിൽ കിടത്തുക, അപ്പം നിലത്താണ് വേറെ
റോഡിലാണെങ്കിൽ നിലത്ത് കിടത്തുക, റോഡിൽ കിടത്തുക, വീട്ടിനുള്ളിലാണെങ്കിൽ കട്ടിലെ സോഫ്റ്റ് കുഷൻസ് ഒക്കെ ഉള്ളിടത്ത് കിടത്തുക, വേറെ ഇഞ്ചുറീസ് വരാതെ നോക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു വായിലുള്ള ഉമിനീരും കഫവും ഒന്നും ശ്വാസകോശത്തിൽ പോകാതിരിക്കാൻ വേണ്ടി കഴുത്തൊന്ന് കുറച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും. ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവർ റിക്കവറായി വരും. പിന്നെ ഞാൻ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആശുപത്രിയിൽ എത്തിക്കണം. ഒരു അരമണിക്കൂറിൽ കൂടുതൽ അത് വിട്ട് വരുന്നു. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, വരുന്നു, കുറച്ച് കഴിഞ്ഞ് റിക്കവർ ചെയ്ത് പിന്നെയും വരുന്നു. അങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആശുപത്രിയിൽ എത്തിക്കണം. പിന്നെ സാധാരണ എപ്പിലെപ്സി ഉള്ളവർ അവരുടെ പേഴ്സിലോ വല്ലതും അതിൻ്റെ കാർഡ് ക്യാരി ചെയ്യണം എന്നാണ്. അവർ കഴിക്കുന്ന മരുന്നിൻ്റെ ഒരു കുറിപ്പും അത് നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട് എല്ലാ പേഷ്യൻസും. കാരണം പരിചയമില്ലാത്തടത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് അറിയത്തില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. അപ്പോൾ അവരുടെ പോക്കറ്റിൽ അവർ കഴിക്കുന്ന, അവർക്ക് ഈ അസുഖം ഉണ്ടെന്നും അവർ കഴിക്കുന്ന മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാനും അതിൻ്റെ അവരുടെ ഡോക്ടറെ വിളിച്ച് അറിയിക്കാനും സാധിക്കും. ഓക്കെ. എപ്പിലെപ്സിക്ക് അല്ലെങ്കിൽ അപസ്മാരത്തിന് ക്യൂർ ഉണ്ടോ? അതെ, നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇൻസിഡൻസ് പറഞ്ഞ് നമ്മൾ 1000 ആൾക്കാരിൽ 5 പേർക്ക് അപസ്മാരം വരാം. പക്ഷെ നമുക്ക് അപസ്മാരം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എപ്പിസോഡിനെ നമ്മൾ എപ്പിലെപ്റ്റിക് എന്ന് പറയുന്നുള്ളൂ. സിംഗിളായിട്ട് ഒരിക്കൽ വരുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു എപ്പിലെപ്റ്റിക് അറ്റാക്കായിട്ടേ വരുന്നുള്ളൂ. പിന്നീട് വല്ലപ്പോഴും വരുമ്പോഴാണ് നമ്മൾ ഒരു എപ്പിലെപ്റ്റിക് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 1000ൽ 5 പേർക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും 1-10 പേർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു അപസ്മാരം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ പല പ്രാവശ്യം അപസ്മാരം വരുന്ന രോഗികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പിലെപ്റ്റിക് പേഷ്യൻ്റ് എന്ന് പറയുന്നവർക്ക്, അവർക്ക് 100 പേർക്ക് ഇതുപോലെ, ഞാൻ ഉദാഹരണത്തിന് പറയാം, 100 പേർക്ക് അപസ്മാരം ഉണ്ടെങ്കിൽ അതിൽ 80 പേർക്കും അത് മരുന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ 20% പേർക്കാണ് 20 പേർക്കാണ് മരുന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഈ മെഡിക്കലി റിഫ്രാക്ടറി എപ്പിലെപ്സി എന്ന് പറയും. ആ 20 മെഡിക്കലി റിഫ്രാക്ടറി ആയിട്ട് എപ്പിലെപ്സി ഉള്ളവർക്ക് നമ്മൾ സർജിക്കലായിട്ടുള്ള ഒരു ക്യൂറിനൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് പലർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്യൺ, അതായത് 10 ലക്ഷത്തിലോളം അതിൽ ആൾക്കാർക്ക് മെഡിക്കലി റിഫ്രാക്ടറി, അതായത് മരുന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അപസ്മാരമുണ്ട്. അതിൽ പകുതി, അതായത് 50% പേർക്ക്, അല്ലെങ്കിൽ 5 തൊട്ട് 6 ലക്ഷം ആൾക്കാർക്ക് സർജിക്കലി ക്യൂർ ചെയ്യാവുന്ന അപസ്മാരം ഉള്ളവരാണ്. പക്ഷേ ഇന്ത്യയിൽ ആകെക്കൂടെ ഒരു വർഷം 1000-ൽ കുറച്ച് അപസ്മാര ഓപ്പറേഷൻസേ നടക്കുന്നുള്ളൂ. അതായത് 1000-ൽ എലിജിബിൾ ആയിട്ടുള്ള 1000 രോഗികളുണ്ടെങ്കിൽ അതിൽ 2 പേർക്കേ അപസ്മാരത്തിനുള്ള സർജിക്കൽ ക്യൂർ നടക്കുന്നുള്ളൂ. അതായത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 20% മെഡിക്കലി റിഫ്രാക്ടറി ആയിട്ടുള്ള അപസ്മാരത്തിൽ 50% പേർക്കും സർജറിയിൽ കൂടി ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പിലെപ്സി വന്ന ഒരാൾക്ക് വിവാഹം സാധ്യമാണോ? സിനിമയിലൊക്കെ നമുക്ക് വേറെ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ആസ് എ ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അവരൊരു രോഗിയല്ല. അവർക്ക് നമ്മൾ ചെയ്യുന്ന രീതി ഉപരിപഠനം, വിദ്യാഭ്യാസം എല്ലാം നോർമലായിട്ട് ചെയ്യാം. ഈവൻ ഡ്രൈവിങ്ങിന് തന്നെ നമ്മുടെ രാജ്യത്ത് അതിന് സ്ട്രിക്റ്റ് ആയിട്ട് നോംസ് ഇല്ല എങ്കിൽ പോലും അതിനും 6 മാസം വരെ അപസ്മാരം, മരുന്ന് കഴിക്കുന്ന ആൾക്ക് പോലും അപസ്മാരം ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം എന്നുള്ള റൂൾസ് ഉള്ള രാജ്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസ് ഇല്ല. വിവാഹം തീർച്ചയായിട്ടും കഴിക്കാം. പ്രത്യേകിച്ച് പുരുഷന്മാർക്കൊരു പ്രോബ്ലം ഇല്ല. സ്ത്രീകൾക്ക് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗർഭം ധരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചില അംഗവൈകല്യങ്ങൾ വരാനുള്ള റിസ്ക് ഉണ്ട് ചില മരുന്നുകൾക്ക്. അപ്പം ഇപ്പോൾ ആണെങ്കിൽ വേറെ സേഫ് ആയിട്ടുള്ള കുറേ മരുന്നുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ വിവാഹം കഴിച്ച് ഗർഭം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. സേഫ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കണം. പിന്നെ അവർക്ക് പീരിയോഡിക് ചെക്കിങ്ങിൽ കൂടി എന്തെങ്കിലും നവജാത ശിശുവിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ എന്നുള്ളത് മുൻകൂട്ടി അറിയാനും അതിനുള്ള പരിഹാരം ചെയ്യാനും സാധിക്കും. ഇപ്പം വിവാഹം കഴിക്കാൻ പാടില്ല, ഗർഭം ധരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ബാൻ ഒന്നുമില്ല. ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യമല്ല, ഇപ്പോൾ എപ്പിലെപ്സി ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? സ്ട്രിക്റ്റ് ആയിട്ടും ക്ലിയർ കട്ട് നോംസ് ഇല്ല. പുറം രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം എപ്പിലെപ്സി ഇല്ലാതെ, അപസ്മാരം ഇല്ലാതെ 6 മാസത്തോളം ഉണ്ടെങ്കിൽ, അത് മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ പോലും ചില രാജ്യങ്ങളിൽ 1 വർഷമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ നമ്മുടെ എപ്പിലെപ്സി അസോസിയേഷനൊക്കെ അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു ക്ലിയർ കട്ട് നോംസ് വരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് 6 മാസമെങ്കിലും, ചുരുങ്ങിയത് 6 മാസമെങ്കിലും അപസ്മാരം ഇല്ലാതിരിക്കണം ചില രാജ്യങ്ങളിൽ. ചിലയിടത്ത് 1 വർഷമെങ്കിലും മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് പോലും അപസ്മാരം ഇല്ലാതിരുന്ന് ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ്
നോംസ് ഉള്ള രാജ്യങ്ങളിലുള്ളത്. ഇന്ത്യയിൽ അത് അങ്ങനത്തെ ഒരു റൂൾസ് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇത് ക്യൂർ ആക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞില്ലേ. വൺസ് ഇതിപ്പോൾ ചിലപ്പോൾ സർജറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലോ പിന്നെയും വരാനുള്ള ചാൻസ് എങ്ങനെയാണ് എപ്പിലെപ്സിക്ക്? അപ്പോൾ ഈ സർജറി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചുരുക്കം ചില രോഗികൾക്കാണ് സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണെന്നുള്ളത്. അതായത് രോഗിയുടെ രോഗലക്ഷണങ്ങൾ കേൾക്കുമ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും അത് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നാണോ അതിൻ്റെ ഉറവിടം എന്ന്. ഞാൻ ഉദാഹരണത്തിന് പറയാം, ടെമ്പറൽ ലോബ്, ഫ്രോണ്ടൽ ലോബ്, പല ലോബുണ്ട്. അപ്പം ഉദാഹരണത്തിന് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ടെമ്പറൽ ലോബിൽ നിന്നാണ് അപസ്മാരം വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ രോഗിയുടെ ഹിസ്റ്ററി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞൊരു MRI സ്കാൻ ചെയ്യുന്നു, സ്കാനിലും ആ ടെമ്പറൽ ലോബിൽ നിന്നാണെന്ന് അത് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞൊരു EEG എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, അതിലും ടെമ്പറൽ ലോബിലാണ് പ്രോബ്ലം എന്ന് കാണുന്നു. അതായത് ഇങ്ങനെയുള്ള കോൺകോർഡൻ്റ് ആണെന്ന് പറയും. അതായത് സ്കാനർ, റേഡിയോളജി, EEG ഇങ്ങനെ പല പല ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് മാത്രമാണ് ഈ അപസ്മാരത്തിൻ്റെ ഉറവിടം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസിനെ എപ്പിലെപ്റ്റോജനിക് ഫോക്കസ് എന്ന് പറയും. ആ ഒരു ഫോക്കസിനെ എടുത്തു മാറ്റുകയോ അതിനെ ബാക്കിയുള്ള ബ്രെയിനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള 2 സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ കൂടി ഇവർക്ക് എപ്പിലെപ്സി എന്ന് ഞാൻ ക്യൂർ എന്ന് പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ സാധാരണ പഠനങ്ങളിൽ നിന്ന് കണ്ടിരിക്കുന്നത് ഒരു 70-80% പേർക്ക് സീഷറിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു 50% പേർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് തന്നെ നിർത്താൻ സാധിക്കും. അപസ്മാരം വരാൻ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ സിനിമയിലൊക്കെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഇമോഷണലി പീക്കാവുന്ന സമയത്താണ് അത്തരം ആളുകൾക്ക് അപസ്മാരം വരിക എന്നുള്ളതാണ്. ഇതിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ വരാനുള്ള? ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഈ സ്ട്രെസ് ഒരു ഫാക്ടർ ആകാം, ഉറക്കമില്ലായ്മ ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടാണ് EEG ചെയ്യുമ്പോൾ നമ്മൾ EEG ചെയ്യുന്ന രോഗിയുടെ അടുത്ത് തലേദിവസം ഉറങ്ങാതെ വരാൻ പറയും. കാരണം EEG ചെയ്യുന്ന സമയത്ത് ഒരു അപസ്മാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഫ്ലാഷിംഗ് ലൈറ്റ്സ്, TV പോലെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റ്സ് കാണുന്നത് പലർക്കും ഒരു ട്രിഗറായിട്ട് വരാം. ചില എക്സോഷൻ, ഡീഹൈഡ്രേഷൻ, പിന്നെ പലപ്പോഴും സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക, ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ അപസ്മാരത്തിനൊരു ട്രിഗറായിട്ട് വരാം. ഉറക്കത്തിൽ അപസ്മാരം വരാനുള്ള സാധ്യതയുണ്ട്. ഉറക്കത്തിലുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ മാതിരി സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പീരിയഡ്സിൻ്റെ സമയത്ത് മാത്രം വരുന്ന അപസ്മാരമുണ്ട്. അവർക്ക് ഉറക്കത്തിലും വരാം, ഉറക്കത്തിൽ വരുന്നതുമുണ്ട്. ഹോട്ട് വാട്ടർ, ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഹോട്ട് വാട്ടർ എപ്പിലെപ്സി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ വരാനുള്ള ചാൻസ് കൂടുതലാണോ? അതെ, ചിരിച്ചുകൊണ്ട് ചിലർക്ക് ചില ജലാസ്റ്റിക് സീഷർ എന്ന് പറഞ്ഞുകൊണ്ട് അത് അപസ്മാരം വേറെ രീതിയിലാണ്. അതായത് ചിരിക്കും, അവരുടെ അപസ്മാരം എന്ന് പറഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കും. അപസ്മാരത്തിൻ്റെ ലക്ഷണമാണത്. അപ്പോൾ അത് പല രീതിയിൽ വരാം. ഓക്കെ. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, ഇപ്പോൾ ഫ്ലാഷ് ഉള്ള അത് ചിലപ്പോൾ ചിലർക്കെങ്കിലും പ്രൊവോക്ഡ് ആവാം. ഇതുപോലെ ഈ നമ്മൾ എപ്പിലെപ്സി പേഷ്യൻസിനോട് പറയാറുള്ള സിനാരിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ മാക്സിമം പോവാതിരിക്കണം എന്നൊക്കെയുള്ള അഡ്വൈസ് ചെയ്യുന്ന കാര്യം? പ്രധാനമായിട്ട് റെഗുലർ കുറഞ്ഞ മണിക്കൂറെങ്കിൽ അല്ലെങ്കിൽ 7 മണിക്കൂർ 10 മണിക്ക് ഇരിക്കുന്ന ഒരു സ്വഭാവമാണ് പോകണം. അല്ലെങ്കിൽ 10 മണിക്കാണ് രാവിലെ 6 മണിക്ക്. അത് അല്ലാതെ ഒരു ദിവസം സെക്കൻഡ് ഷോ കണ്ട് 1 മണിക്ക് കിടന്നുറങ്ങുക, അടുത്ത ദിവസം 7 മണിക്ക് കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു ഇറഗുലർ സ്ലീപ്പ് സൈക്കിൾസ് അവോയ്ഡ് ചെയ്ത് റെഗുലർ സ്ലീപ്പ് സൈക്കിൾസ്, അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, മരുന്ന് മുടങ്ങാതെ കഴിക്കുക. ഇനിയിപ്പം നമ്മൾ എപ്പിലെപ്സിക്കുള്ള ഒരു സർജറിക്ക് വിധേയമായി കഴിഞ്ഞാലേ സർജറിക്ക് ശേഷം ഇവരുടെ പേഴ്സണാലിറ്റിയിലും ഒക്കെ മാറ്റം വരുന്ന ആൾക്കാരുണ്ടോ? അതായത് നമ്മൾ സിനിമയിൽ കഴിഞ്ഞ ആ സർജറി കഴിഞ്ഞാൽ അവൻ ആകെപ്പാടെ മാറിപ്പോയി എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ സംഭവിക്കാറുണ്ടോ? അതുണ്ട്. അത് ബ്രെയിൻ സർജറി ചെയ്യുമ്പോൾ പലർക്കും സംഭവിക്കാം. സാധാരണ സംഭവിക്കണം എന്നല്ല, ഇപ്പോൾ വളരെ സേഫായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാവരും എപ്പിലെപ്സി സർജറിയുടെ പ്രീ ഓപ്പറേറ്റീവ് വർക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ന്യൂറോ സൈക്കോളജി ടെസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യും. അപ്പോൾ അവരുടെ മെമ്മറി ബ്രെയിൻ്റെ ഏത് ഭാഗത്താണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു നിശ്ചയം കിട്ടും. അപ്പം പ്രധാനമായിട്ട് സ്വഭാവ വ്യത്യാസം, മെമ്മറി, ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവർ അതായത് ഒരു കാഷ്യറാണ്, അല്ലെങ്കിൽ ബാങ്കിൽ ജോലിയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അധ്യാപകനാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടി അവർക്ക് ഓപ്പറേഷൻ മുമ്പ് തന്നെ ടെസ്റ്റുകളിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഭാഗത്താണോ അവരുടെ ഈ ഫങ്ഷൻസ് ഒക്കെ ഇരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തിട്ടപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി സേഫായിട്ട് ചെയ്യുന്ന സർജിക്കൽ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കും. സാധാരണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇപ്പം എപ്പിലെപ്സി സർജറിയുടെ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ
ഓപ്പൺ സർജറിയിൽ നിന്ന് മാറി മിനിമലി ഇൻവേസീവ് സർജറി, ഇപ്പം ന്യൂറോ മോഡുലേഷൻ എന്ന് പറഞ്ഞ നൂതനമായ ടെക്നിക്സ് ഉണ്ട്. അതായത് ഓപ്പറേഷൻ കീറലും മുറിക്കലും കൂടെ ഇല്ലാതെ ലേസർ ഉപയോഗിച്ച്, ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ റേഡിയോ സർജറി മുതലായ ടെക്നിക്സ് ഉപയോഗിച്ച് ഓപ്പറേഷനിലും കീറലും മുറിക്കലും ഇല്ലാതെ തന്നെ ക്യൂർ ചെയ്യുന്ന നോൺ സർജിക്കൽ ആയിട്ടുള്ള, നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്.